ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ MLA ആകുന്നത് 5 കോടി രൂപയുടെ വെറും നാമമാത്രമായ വികസനം MLA ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. MLA ഫണ്ട് കൊണ്ട് വരുന്നത് വികസനം എന്നാണോ ചേച്ചി? അല്ല, വേണ്ടിയിട്ടല്ല എന്ന്. ഞാൻ പോകുന്നത് 100 ദിവസം കൊണ്ട് 700 കോടിയുടെ പദ്ധതികൾ. അതിൽ കാർഷിക മേഖലയുണ്ടാകും, അതിൽ പാലക്കാടിന്റെ ആരോഗ്യ മേഖലയുണ്ടാകും, അതിൽ പാവപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അക്ഷയ കാർഡ് കൊടുക്കും. എന്തിനാണ്? അവർ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ 1500 രൂപ അവർക്ക് റിഡക്ഷൻ കിട്ടുന്ന പദ്ധതി. സംസ്ഥാനം അത് 2500 രൂപയുടെ ഒരു പദ്ധതിയാക്കിയിട്ട് സ്റ്റേറ്റ് ഞങ്ങളുടെ BJPയുടെ സംസ്ഥാന ഘടകം മാറ്റിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് അവരുമായിട്ട് ഡിസ്കഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ലോകരാജ്യങ്ങളിൽ കാണുന്നത് പോലെ കാലിഫോർണിയയിലെ കാൽഫ്രഷ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാക്കാണ് നമുക്ക് കേട്ടത്. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് 5 വർഷം കൊണ്ട് പിന്നെ ഒരു 5 കോടി കൊണ്ടുവന്ന് വികസനം കാണിക്കാൻ വേണ്ടിയുള്ള ആളല്ല ഞാൻ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പിന്നെ പെണ്ണ് എന്തിനുള്ളതാണ് MLA ആകുന്നത്? ഒരു 100 ദിവസം കൊണ്ട് 700 കോടി കൊണ്ടുവരാനുള്ള ആളാണെന്ന് കേൾക്കണം. അപ്പം 5 വർഷം കൊണ്ട് 2500 കോടി രൂപയായി. ഏകദേശം 2500 കോടി രൂപക്ക് മുകളിലായി 5 വർഷം കൊണ്ട്. ഏത് ഇതാണ് കൊണ്ടു കൊടുക്കുക? മേലെന്നാണ്ട് ഇറ്റ് വീഴുകയാണോ ഒരു MLAക്ക് 2500 കോടി വികസനത്തിന്? അതിനൊരു 1500 കോടി കക്കാന്നുള്ള കണക്ക് കൂട്ടലാവും ഇപ്പം തന്നെ. പക്ഷേ കിട്ടൂല. ശോഭാ സുരേന്ദ്ര അതൊന്നും കിട്ടുന്ന കാര്യമില്ല. കാരണം എമ്മാതിരി കളവ് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ല വരികയാണ്. നിങ്ങൾ പറയുന്നത് മുഴുവനും ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞ ഒക്കെ കളവാണ് എന്നുള്ളതാണ്. വിശ്വസിക്കാൻ കൊള്ളില്ല. അത് മാത്രമല്ല, പിന്നെ ഇവിടെ പറഞ്ഞ അക്ഷയ കാർഡ് കൊടുക്കും എല്ലാ അമ്മമാർക്കും. ഇത് പാവപ്പെട്ട അമ്മമാർക്കൊക്കെ അക്ഷയ കാർഡ് കൊടുക്കും. അതിലൂടെ എല്ലാ കടയിലും പോയിട്ട് ഇങ്ങനെ സാധനം വാങ്ങിക്കാന്നുള്ളതാണ്. 2500 രൂപ സബ്സിഡി കിട്ടുമെന്ന്. എമ്മാതിരി പൊട്ടത്തരാണ്. ഈ അക്ഷയ കാർഡ് എന്തിനാണുള്ളത്? എൻ്റെ വോയിസ് സംസാരം കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. കാരണം അക്ഷയ കാർഡ് എന്നത് പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ്. അക്ഷയ കാർഡ് അക്ഷയന്ന് കൊടുക്കുന്ന കാർഡാണത്. അക്ഷയ കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ്. അതല്ലാതെ പിന്നെ പയവഞ്ചന സാധനം വാങ്ങാൻ അപ്പുറ കാർഡ് ATM പോയാണ്ട് ATM കാർഡ് ഇട്ട് പൈസ എടുക്കുന്നത് പോലെ പയവഞ്ചന കാർഡ് കടയിൽ പോയിട്ട് നേരെ ഈ എന്താ പറയുക അക്ഷയ കാർഡ് ഇട്ടിട്ട് സാധനം വാങ്ങുന്ന സാധനമല്ല. അത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ്. പിന്നെ ഉണ്ട് ആയുഷ്മാൻ ഭാരത് എന്ന് ഉള്ള ഒരു പരിപാടി ഉണ്ട്. അത് എവിടെയുള്ളത്? എന്താണ് അതുകൊണ്ട് കിട്ടുന്നത്? ആർക്കാണ് അതുകൊണ്ട് ഉപകാരമുള്ളത്? കേരളത്തിലെ ഏതെങ്കിലും ഇതാണ്. അതിന് കാർഡും കീർഡൊന്നും വേണ്ട. ആർക്കാണോ ആ വണ്ടി വരുന്നത്, ആ വണ്ടി വരുന്ന സമയത്ത് ആരാണോ ഉള്ളത് അവർക്ക് സാധനം വാങ്ങിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ ഓടി വരുന്നില്ല. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന വണ്ടി ഇവിടെ ഓടി വരുന്നില്ല. കാരണം വരാത്ത കാരണം തന്നെയാണെങ്കിൽ അതിലൊന്നും സാധനം എവിടെയും വിടുന്നില്ല എന്നുള്ളത് തന്നെ. അതൊക്കെ മോഡിയുടെ ഒരു പിന്നെ എന്താണ് മുഖച്ഛായ കൂട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നറിയാനാണ്. അല്ലാതെ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാനല്ല. അതിൽ കാർഡും വേണ്ട, അതിനൊരു കാർഡും ഇല്ല. ഇവൾ പച്ചക്കളവാണ് പറഞ്ഞത്. പച്ചക്കളവ് എന്ന് പറയുകയാണെങ്കിൽ കയ്യോടെ പൊക്കി തല്ലു കൊടുക്കേണ്ട കേസാണ് ഇതൊക്കെ. ഇങ്ങനെ ആളുകളെ പറ്റിക്കുക എന്ന് പറയുകയാണെങ്കിൽ ശരിയുണ്ട കേസാണോ? ഈ എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? ഞാൻ പിന്നെ അക്ഷയ കാർഡ് കൊടുക്കും, എന്നിട്ട് അതിലൂടെ പിന്നെ എല്ലാ പാവപ്പെട്ട വീട്ടമ്മമാർക്കും സാധനം വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് പച്ചക്കളവല്ലേ പറയുന്നത്? ഇങ്ങനെ ഈ പച്ചക്കളവ് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ച് 10 വോട്ട് കിട്ടിയിട്ട് എന്താണ് കാര്യമുള്ളത്? ഇതൊന്നും ആളുകൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അക്ഷയ കാർഡ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ പറ്റിയാണ് ഈ അക്ഷയ കാർഡ് പറഞ്ഞത്. മറ്റേ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞത് ഒരു വണ്ടിയിൽ ഇങ്ങനെ സാധനം കൊണ്ടു നടക്കും. അതിൽ ആർക്ക് വേണമെങ്കിലും ഉള്ള ആളുകൾക്ക് ആ സമയത്ത് കണ്ട ആളുകൾക്ക് വാങ്ങാം. അതിന് പരിപ്പിന് 60 രൂപ, അരിക്ക് 28 രൂപ, ഇങ്ങനെ കണക്കിൽ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ അത് എവിടെ എത്തുന്നത്? ആരാണ് കൊടുക്കുന്നത്? ഈ പിന്നെ ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ സുരേഷ് ഗോപി. ഇവിടെ എന്താണ് കൊണ്ടുവന്നത്? BJPൻ്റെ കേന്ദ്രമന്ത്രിയല്ലേ സുരേഷ് ഗോപി? ഇവിടെ എന്താണ് കേരളത്തിൽ കൊണ്ടുവന്നത്? അവനെന്തെങ്കിലും ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സീറ്റും അവന് കിട്ടണം. കേരളത്തിൽ വേറെ ഒരാൾക്കും സീറ്റും മത്സരിക്കാനോ ഇടാനോ പാടില്ല. ഒക്കെ ആളുകൾ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ഗുണം ചെയ്യുന്നതാണ്. ഇവർക്കാണോ വോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ സുരേഷ് ഗോപിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത കണ്ടീഷനിൽ ശോഭാ സുരേന്ദ്രൻ MLA ആയാൽ എവിടുന്നാണ് 2500 കോടി കിട്ടുക? ഒരു 5 വർഷത്തിൽ 2500 കോടി എവിടുന്ന് കിട്ടും? ഇമ്മാതിരി പൊള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക എന്ന് പറയുകയാണെങ്കിൽ ശരിയല്ല ചേച്ചിമാരെ. ഇതൊന്നും പറ്റിയതല്ല, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. നിങ്ങളെ MLA ആക്കാൻ പോകുന്നില്ല. നിങ്ങളെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നിങ്ങളാക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര മാത്രം പച്ച നുണ മാത്രമാണ് നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുക എന്നുള്ളതാണ്.